സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത്. ദീപക് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നായിരുന്നു യുവതിയുടെ ആരോപണം. തിരക്കുള്ള ബസ്സിൽ വെച്ച് യുവതി ചിത്രീകരിച്ച വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. മുതൽ നമ്മൾ കേട്ട സങ്കടകരമായ വാർത്തയായിരുന്നു ദീപക് എന്ന യുവാവിൻ്റെ ആത്മഹത്യ. ഇതിന് പ്രേരിപ്പിച്ച ഘടകം എന്തായിരുന്നു? ഒരു സ്ത്രീ ബസ്സിലൂടെ പോകുമ്പോൾ സോഷ്യൽ മീഡിയ ബ്ലോഗറായിരുന്നു. അടുത്തുപോയി ആ യുവാവിൻ്റെ അടുത്ത് പോയി, നിങ്ങൾക്ക് ആ വീഡിയോ തന്നെ കാണാം. ആ യുവാവിൻ്റെ അടുത്ത് പോയി ആ യുവാവിനെ തട്ടുന്നുള്ള രീതിയിൽ പോയിട്ട് നിന്ന് കൊടുക്കുന്നു. അതിനൊടുവിൽ തട്ടി എന്നുള്ള രീതിയിൽ പറഞ്ഞ് ലൈംഗിക ആരോപണം നടത്തി ആ വീഡിയോ പോസ്റ്റ് ചെയ്തു. വീഡിയോ വൈറലായി, മില്യൺ വ്യൂസ് വന്നു. ഒടുവിൽ ആ യുവാവ് മനസ്സ് ആത്മഹത്യ ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു വീഡിയോയിലൂടെ അയാളുടെ കുടുംബത്തിൻ്റെ അയാൾക്കുണ്ടാകുന്ന ഒരു അഭിമാനം, അന്തസ്സ് അതൊക്കെ ഇല്ലാതെ, ഇന്ന് ആ മനുഷ്യന് ജീവനും ഇല്ലാതെ. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരു മനുഷ്യൻ്റെ അഭിമാനം തകരുന്നത് ഇങ്ങനെ ഒരാൾ ഒരു ക്രൈം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരാൾക്കെതിരെ നിങ്ങൾക്കൊരു ലൈംഗിക ആരോപണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്പോട്ടിൽ നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലീസിലേക്ക് പോകാം, നിങ്ങൾക്ക് കേസുമായി മുന്നോട്ട് പോകാം. ഇങ്ങനെ പല ഓപ്ഷനും നമ്മുടെ നാട്ടിലുണ്ട്. എന്തുകൊണ്ട് ഇതൊരു ട്രെൻഡായി മാറുന്നു? ഇതിന് കൃത്യമായ ഒരു നിയമ നടപടികളില്ലേ? ആ നിയമ നടപടികളിലേക്ക് പോകാത്തത് എന്തുകൊണ്ട്? കാരണം ഇവരുടെ ലക്ഷ്യം എന്നത് അയാൾക്കെതിരെ പ്രതികരിച്ച് എൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കണമെന്നല്ല ഈ പറഞ്ഞ സ്ത്രീകൾക്കുള്ളത്. ഇവർക്ക് കൃത്യമായ വ്യൂസിന് വേണ്ടി ഒരു മനുഷ്യനെ പബ്ലിക്കലി എങ്ങനെ എക്സ്പോസ് ചെയ്ത് ആ മനുഷ്യൻ്റെ അഭിമാനം എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. കൃത്യമായ നിയമ നടപടി ഇവർക്കെതിരെ സ്വീകരിക്കേണ്ടതുണ്ട്. കാരണം ഇതൊന്നും രണ്ടും ഇൻസിഡൻ്റ് അല്ല, പല ഇൻസിഡൻറ്റ്. ഇതിൽ സത്യമായതുണ്ടാകാം, പക്ഷെ നിങ്ങൾക്ക് പോകാനുള്ള ഒരു നിയമ സംവിധാനം ഉണ്ട് ഇവിടെ. ഒരിക്കലും മൊബൈൽ ഫോൺ ഒരു ജഡ്ജിയല്ല, സോഷ്യൽ മീഡിയ ഒരു കോടതിയുമല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്കിനിപ്പോൾ പുരുഷന്മാർ ഇങ്ങനെ തട്ടുന്നു എന്നുള്ളൊരു പ്രശ്നം കാര്യങ്ങളുണ്ടെങ്കിൽ, ബസ്സിലുണ്ടെങ്കിൽ, പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൃത്യമായ ഒരു സ്ത്രീകൾക്ക് സെക്ഷൻ ഉണ്ടെന്ന് അപ്പുറം അവിടെ പോയിട്ട് നിന്നോ, അത്ര പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ. അല്ലെങ്കിൽ പല രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾ വരണമെങ്കിൽ നിങ്ങൾക്ക് ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാം. ഇതൊന്നും റിയാക്ട് ചെയ്യാതെ ഈ വീഡിയോ എടുത്ത് അയാൾ ഓടിയെന്നൊക്കെയാണ് പറയുന്നത്. ആ വീഡിയോ ഒന്നും കാണുന്നില്ല. ആ ഇൻസിഡൻറ്റ് അതിനെ ന്യായീകരിച്ചിട്ടൊരു വീഡിയോ ഇപ്പോൾ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ പറയുന്നത് ഇയാൾ ബിഹേവിയർ നമുക്ക് പുറത്ത് എക്സ്പോസ് ചെയ്യണം. ആ പുറത്ത് എക്സ്പോസായി ആ മനുഷ്യൻ്റെ ഫാമിലിയും എല്ലാം പോയി. മനുഷ്യനെ ആ ജീവിതത്തിൽ തകർന്ന് പണ്ടാരടങ്ങി. ഇപ്പോൾ അയാൾ ആത്മഹത്യം ചെയ്തു. എന്ത് നേടി നിങ്ങൾ? സമാധാനപരമായിട്ട് ഇനി ഉറങ്ങാൻ കഴിയും നിങ്ങൾക്ക്? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരിക്കലും മൊബൈൽ ഫോണ് ഒരു ജഡ്ജിയല്ല, സോഷ്യൽ മീഡിയ ഒരു കോടതിയുമല്ല.